ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വില്ലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീഡിയോ തൃശ്ശൂർ കുട്ടനെല്ലൂർ കഴിഞ്ഞിട്ട് പടവരാട് എന്നൊരു സ്ഥലത്താണ്. അതായത് ഒല്ലൂർക്കൊന്നും അധികം ദൂരമില്ല കേട്ടോ, തൊട്ടടുത്ത് തന്നെയാണ്. 5 സെൻറ്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിലെ 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. തൃശ്ശൂർ ടൗണിലേക്ക് വെറും 6 കിലോമീറ്റർ ദൂരം മാത്രമാണല്ലോ ഇവിടുന്ന്. അതുപോലെ ബസ് റൂട്ടിലേക്ക് ഒരു 100 മീറ്റർ കേട്ടോ. തൊട്ടടുത്ത് തന്നെ ബസ് സൗകര്യം ഉണ്ട്. അതുപോലെ ചർച്ച ആയാലും അമ്പലമായാലും എല്ലാം തൊട്ടടുത്ത് തന്നെയുണ്ട്. അതുപോലെ വീടിൻ്റെ മുൻവശം കണ്ട നല്ല വീതി കൂടിയ ഒരു ഈ ടൈലൊക്കെ പറിച്ചിട്ടേ 5 മീറ്ററോളം വീതി ഉണ്ട്. ഒരു കാറ് കയറുന്ന വെച്ചാലും ഇപ്പുറത്തൂടെ പോകാനുള്ള ഒരു വീതി കൂടിയ ഒരു ഏരിയ എന്ന് പറയാം. ടൈലൊക്കെ പറിച്ചിട്ട് കിഴക്കോട്ട് ദർശനമായിട്ട് വാസ്തുവിധി പ്രകാരമാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വെള്ളത്തിനായിട്ട് ഓപ്പൺ വെല്ലാണ്. ധാരാളം വെള്ളം കിട്ടുന്ന ഒരു ഏരിയ കേട്ടോ. അതുപോലെ എത്ര വലിയ പ്രളയം വന്നാലും വെള്ളം കയറാത്തൊരു ഏരിയയും കൂടിയാണ്. ബസ് റൂട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് കാണാം. അത്ര അടുത്താണ് പറയാം ഈ വീട്. കിഴക്കോട്ട് ദർശനമായിട്ട് വാസ്തുവിധി പ്രകാരം തന്നെയാണ് വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ 2-3 കാറ്, അതും അത്ര വലിയ കാറുകൾ വരെ നമുക്ക് വീടിൻ്റെ ഈ മുൻവശത്തായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഈ ഭാഗങ്ങളിലേക്ക് തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച് നമുക്ക് മനോഹരമാക്കി തരും. നല്ലൊരു സ്ക്വയർ ടൈപ്പ് വീടാണ്. ധാരാളം ടച്ച് വർക്കുകൾ, LED ബൾബുകൾ, കളർ പെയിൻറ്റിങ് എല്ലാം കൊണ്ട് മനോഹരമാക്കിയിട്ടാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഓപ്പൺ സിറ്റ് ഔട്ട് കണ്ട ഗ്രാനൈറ്റ് ബോർഡറായിട്ട്, അതുപോലെ വീതി കൂടിയ ഡബിൾ പാളി ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തേക്കൂട്ടിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ഒരു മാർബിൾ ഡിസൈനുള്ള ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കജേരിയുടെ ടൈലാണ് കണ്ട, വീതി കൂടിയ ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോക്സി വർക്ക് മാത്രമാണ് ബാലൻസ് വരുന്നുള്ളൂ. നല്ല അടിപൊളി ഒരു TV യൂണിറ്റ് നമുക്ക് മൾട്ടിവുഡിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഏറ്റവും ടോപ്പിൽ കണ്ട ആ 12 അടി ദൂരത്തിലേക്ക് വരെ വാൾപേപ്പർ ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമാക്കിയ രീതിയിലാണ്. ഇവിടെ വന്ന് ഡയറക്റ്റ് കണ്ടാലാണ് ഇത്രയും കൂടി അതിൻ്റെ ഒരു കാഴ്ച സുഖമായിട്ട് കാണുള്ളൂ. അത്രയും ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കണ്ട മൾട്ടിപ്പിളിൽ തന്നെ ഒരു ആർച്ചോട് കൂടിയിട്ട് ഒരു LED ബൾബൊക്കെ വെച്ചിട്ട് ഈ ഒരു സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഒരു ആർച്ചോട് കൂടിയാണ് നമ്മൾ ഇനി ഇവിടുന്ന് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നത്. അതേ മാച്ചിങ് ടൈല് തന്നെ, വീതി കൂടിയ ടൈല് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഹാളാണ് കൊടുത്തിരിക്കുന്നത്. നല്ല വലിയൊരു ഡൈനിങ് ഹാള്. അവിടെ ഒരു മൾട്ടിപ്പിൾ ഒരു ക്രോക്കറി യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹോൾ സീലിംഗ് വർക്ക് ഫുൾ വൈറ്റ്നെസ്സിലാണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രിപ്പൊക്കെ കൊടുത്തിട്ട് ഫുൾ ലെങ്ത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാൾ ഫുൾ ലെങ്ത്തിൽ. അതുപോലെ വാഷ് ഏരിയ കൊടുത്തത് കണ്ട ഈ സ്റ്റയറിന് ഒരു സൈഡിലായിട്ട് അത് മൾട്ടിവുഡിൽ തന്നെ കൊടുത്തിരിക്കുന്നുണ്ട്. LED ബൾബൊക്കെ വെച്ചിട്ട് ഒരു സൈഡിലാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് ബെഡ്റൂം രണ്ടും കൊടുത്തിരിക്കുന്നത്. രണ്ടും നേരിട്ട് ഓപ്പോസിറ്റ്. ഫസ്റ്റത്തെ ബെഡ്റൂം തേക്കൂട്ടിൽ തന്നെയാണ് കേട്ടോ ഡോറൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ അതേ മാച്ചിങ് ടൈല് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 14-12 സൈസ് ബെഡ്റൂമിന് വരുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ മുകൾ വശത്ത് കണ്ട ഹോൾ സീലിംഗ് വൈറ്റിൽ ഇതിൽ തന്നെ കൊടുത്തതാണ് കേട്ടോ. പ്രൊഫൈൽ വർക്കൊക്കെ കൊടുത്തിട്ട് ഈ ഒരു സൈഡിലാണ് നമ്മൾ അൽമാരി വർക്ക് കൊടുത്തിരുന്നത്. അത് മൾട്ടിവുഡിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിൽ വ്യത്യസ്തമായ ടൈലാണ്. അതും വീതി കൂടി ടൈലാട്ടോ. അപ്പോക്സിയൊക്കെ ചെയ്തിട്ടുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയും അതേ മാച്ചിങ് ടൈൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും 14 സൈസ് അളവ് വരുന്നുണ്ട്. ഹോൾ സീലിംഗ് വർക്ക് പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ്സ് ഈ ഭാഗത്ത് അത് വുഡ് ആൻഡ് വൈറ്റ് ഡിസൈനിൽ കണ്ട 3 പാളി ഡോറോട് കൂടിയിട്ടാണ് വാർഡ്രോബ്സ് കൊടുത്തിരിക്കുന്നത്. തൊട്ട് ചേർന്നിട്ട് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഷെറ എന്ന കമ്പനിയുടെ മെറ്റീരിയലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഫിറ്റിങ്സിനായിട്ട് ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റിൻ്റെ പോയിന്റ് എല്ലാം കൂടെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് യൂണിറ്റ് ഒരു സൈഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. ഇവിടെ ഡൈനിങ് ഹാളിൽ നിന്ന് ഒരു ഓപ്പൺ കിച്ചണായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് കാണാം ഫുള്ള് മൾട്ടിവുഡിൽ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. വേറെ ഒരു വർക്കും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. ഫുൾ മൾട്ടിവുഡിലാണ്. 2300 സ്ക്വയർ ഫീറ്റ് ഉണ്ട് 5 സെൻറ്റിൽ. അതേ മാച്ചിൽ തന്നെയാണ് നമ്മൾ കിച്ചണിലേക്കും കിടക്കുന്നത്. ഇവിടെയും ധാരാളം കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. താഴെയും മുകളിലൊക്കെ ആയിട്ട് ചിമ്മിനി ഹോബൊക്കെ ഇവിടെ ഓൾറെഡി സെറ്റാണ്. പ്രൊഫൈൽ വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ഫ്രിഡ്ജിനുള്ള പോയിന്റ് ഈ സൈഡിൽ കൊടുത്തിട്ടെന്ന് പറയാം. വലിയൊരു കിച്ചണാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. കിച്ചണിൽ നമ്മൾ പുറത്തേക്ക് കിടക്കുന്ന, അതായത് വർക്ക് ഏരിയയിലേക്ക് കിടക്കുന്ന ഭാഗം ഇവിടെ ഒരു വുഡ് ഡിസൈനിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പെയിൻറ്റിങ് പണി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. ഒരു കോമൺ ബാത്റൂം വർക്ക് ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്.
പുറത്തേക്ക് കിടക്കുന്ന ഭാഗമാണ്. അവിടെ ബേബി മെറ്റലൊക്കെ വിരിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. തൃശ്ശൂർ പറവരാട് എന്ന ഒരു സെൻറ്ററിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 5 സെൻറ്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുള്ള ഈ പുതിയ വീടിന് ഉടമ ചോദിക്കുന്ന വില 1.8 അതായത് 1,08,00,000 രൂപ. വില നമുക്ക് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ചെയ്ത് ചോദിക്കാവുന്നുള്ളൂ കേട്ടോ. അത് തൃശ്ശൂർ ടൗണിലേക്ക് വെറും 6 കിലോമീറ്റർ, പറവരാട് സെൻറ്ററിലേക്ക് 1 കിലോമീറ്റർ, അതുപോലെ നമ്മുടെ മരത്താക്കിലേക്ക് ഉണ്ട്. മരത്താക്കിൻ്റെ സെൻറ്ററിലേക്ക് 1/2 കിലോമീറ്റർ വരണുള്ളൂ. മുകൾ വശത്തെ ബെഡ്റൂമാണ് 3ാമത്തെ ബെഡ്റൂം. വലിയ ബെഡ്റൂമുകൾ തന്നെയാണ് 4 ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത്. കൺസീൽഡ് ആയിട്ട് LED ബൾബ് കൂടെ മുകളിൽ വേറെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സൈഡിൽ ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. വാൾഡ്രോപ്സ് ഈ സൈഡിൽ വുഡ് ആൻഡ് വൈറ്റ് ഡിസൈനിൽ മൾട്ടിവുഡിലാണ് കൊടുത്തിരിക്കുന്നത്. തൊട്ട് ചേർന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. വീതി കൂട്ടിയ ടൈൽ തന്നെയാണ് എല്ലാ ബാത്റൂമുകളും ഉപയോഗിച്ചിരിക്കുന്നത്, അപ്പോക്സി ഒക്കെ ചെയ്തിട്ട്. പള്ളി ആയാലും അമ്പലങ്ങളായാലും എല്ലാ ആരാധനാലയങ്ങളും തൊട്ടടുത്ത് തന്നെയുണ്ടെന്ന് പറയാം. നടന്നു പോകാവുന്ന ദൂരമുള്ളൂ. 4ാമത്തെ ബെഡ്റൂമാണ്. നമ്മൾ സ്കൂളുകളായാലും തൊട്ടടുത്താട്ടോ. എല്ലാ സ്കൂളുകളുടെയും ബസ്സുകൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് മുൻവശത്തൂടെ തന്നെ വരും തൃശ്ശൂർ ടൗണിലേക്ക്. എല്ലാ സ്കൂളുകളിലും ഉണ്ട്. പിന്നെ പറവരാട് സെൻട്രൽ സ്കൂളുകളുണ്ട്, കുട്ടനെല്ലൂരുണ്ട്. ഹൈലൈറ്റ് മാളിലേക്ക് വെറും 1 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. തൃശ്ശൂർ മറ്റേ കുട്ടനെല്ലൂർ ഹൈലൈറ്റ് മാളിലേക്ക് തൊട്ടടുത്ത് തന്നെയാണ്. എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ഏരിയയിലാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക. അതുപോലെ ലോണൊക്കെ ആവശ്യമെങ്കിൽ വിവിധ തരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരുന്നതാണ്. മുകൾ വശത്തെ ഹാളാട്ടോ, വലിയൊരു ഹാള് തന്നെ മുകൾ വശത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് ആ ലിവിങ് ഹാളിലേക്ക് കാണുന്ന ഭാഗമാണിത്. ബസ് റൂട്ടൊക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. 100 മീറ്റർ ഉള്ളൂ ബസ് റൂട്ടിലേക്ക്. ഓപ്പൺ ബാൽക്കണി ഇട്ട മുകൾ വശത്തെ എല്ലാം ഒരേ മാച്ചിങ്ങിലാണ് ഇവിടെ ടൈല്, അതായത് ഒരു മാർബിൾ ഡിസൈനിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു ബാൽക്കണിയാണ് നമുക്ക് മുകൾ വശത്ത് കിട്ടിയിട്ടുണ്ട്. 4-5 പേർക്കൊക്കെ ഈസി ആയിട്ടിരിക്കാം. അതുപോലെ മുകൾ വശത്തെ ഫ്രണ്ടിലത്തെ വ്യൂസാണ് കാണുന്നത്. കാറ്റൊക്കെ കിട്ടിയ നല്ല ശുദ്ധമായ ഒരു നമുക്ക് വായുസഞ്ചാരമുള്ള കിട്ടുന്ന ഒരു ഭാഗം. ഹൈവേ കാണാം, നമുക്ക് NH കാണാം അറ്റത്തുനിന്ന്. അത്രയും ഒരു ഗ്യാപ്പിലെന്ന് പറയാം. വേറെ വീടുകളൊന്നും വരില്ല. അത്രയും പച്ചപ്പുള്ള ഒരു ഏരിയ എന്ന് പറയാം. വെള്ളം കയറാത്തൊരു ഏരിയ കേട്ടോ. അത് പച്ചപ്പ് കാണുമ്പോൾ വിചാരിക്കും വെള്ളം കയറുന്നു. ഇവിടെ ഒരിക്കലും ഒരു 18-19 വെള്ളം കയറിയിട്ടില്ല. ബാക്ക് സൈഡിലത്തെ ഓപ്പൺ ടെറസാണിത്. ഫുള്ള് മെഷൊക്കെ അടിച്ച് ഡ്രസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് ഫുള്ള് മെഷ് അടിച്ചിട്ട് ഡ്രസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലാണ് ഏറ്റവും ടോപ്പിലേക്ക് കയറുന്ന സ്റ്റയർ കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡിലായിട്ട് ഒതുക്കി കൊടുത്തിട്ടുണ്ട്. അതിനും ഡോറുകളൊക്കെ വെച്ചിട്ടുണ്ട്. വെള്ളമൊന്നും കയറാത്ത വിധത്തിൽ തന്നെയാണ് ഇവിടെ മുകളിൽ വരുന്നത്. മഴ പെയ്യുമ്പോൾ വെള്ളമൊന്നും കയറില്ല. ബാക്ക് സൈഡിലത്തെ വീടുള്ള വ്യൂസാണ് കാണുന്നത് കേട്ടോ. ധാരാളം വീടുള്ള ഒരു ഏരിയ, നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ മാതിരിയുള്ള ഏരിയ തന്നെയാണ്. ലോൺ ആവശ്യമെങ്കിൽ വിവിധ തരം ബാങ്കുകളിലെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരും കേട്ടോ. വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായി ബന്ധപ്പെടുക. അടുത്ത പുതിയൊരു വീടിൻ്റെ വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.